ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ യൂണിക്കോൺ BS6-ൻ്റെ ഒക്കെ വരുന്ന ക്യാം ഷാഫ്റ്റ്. ഇത് എല്ലാ വണ്ടിക്കും ഉള്ളതാണ് ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ കാണിക്കാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഒരു ക്യാം നല്ല രീതിയിൽ തേയ്മാനമായിട്ടുണ്ട്. കണ്ടോ, അത് നല്ല രീതിയിൽ തേഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തേഞ്ഞ് കഴിഞ്ഞാൽ വാൽവിൻ്റെ കംപ്ലൈൻറ്റ് കൂടുതലുണ്ടാകും, അടിപ്പ് കൂടുതലുണ്ടാകും. പിന്നെ ഈ വലുവമെടുപ്പൊക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റോളർ സ്റ്റക്കാകുന്നു. ഈ റോളർ സ്റ്റക്കായി കഴിയുമ്പോഴത്തേക്കും ആണ് ഇതുപോലുള്ള കംപ്ലൈൻറ്റുകൾ വരുന്നത്. റോളർ സ്റ്റക്കാകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നേ അതിനകത്തൊരു നീഡിലിൻ്റെ ബെയറിങ്ങിന് ഏതെങ്കിലും നീഡിലിന് കംപ്ലൈൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റക്കാവും. പിന്നെ ഇങ്ങോട്ടുള്ള ഓയിലിൻ്റെ പാസിങ് കറക്റ്റായിട്ട് പാസിങ് അല്ലെങ്കിൽ ആ ഓയിൽ ആ റോളറെ വീഴുന്നില്ലെങ്കിലും ഇതുപോലെ ഈ റോളറിന് തേയ്മാനം ഉണ്ടായിട്ട് ക്യാം പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ എൻജിൻ വർക്ക് കഴിയുമ്പോഴത്തേക്കും ഓയിലിൻ്റെ പമ്പിങ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻജിൻ വർക്കിന് അഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഓയിലിൻ്റെ ഫിൽറ്ററിനകത്ത് ഫുള്ള് ഡസ്റ്റായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് എൻജിൻ്റെ ടോപ്പിലേക്കുള്ള ഓയിലിൻ്റെ അളവ് പമ്പിങ് കുറയുമ്പോഴത്തേക്കും ഇതുപോലുള്ള തേയ്മാനം ഹെഡിനകത്തുണ്ടാകും.